നമസ്കാരം, എല്ലാവർക്കും ശ്രീസ് വേൾഡിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീ. ഇന്ന് ഞാനിവിടെ UAE നാഷണൽ ഡേയുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. നാഷണൽ ഡേയുടെ സെലിബ്രേഷൻസ് എല്ലാ സ്കൂളുകളിലും നടത്തും. അപ്പോൾ കുട്ടികൾ നാഷണൽ ഫ്ലാഗിൻ്റെ കളറിലുള്ള ഡ്രസ്സും പെൺകുട്ടികളാണെങ്കിൽ അതിനനുസരിച്ചുള്ള ആക്സസറീസും ഒക്കെ ഇടാറുണ്ട്. അപ്പോൾ ഇന്ന് നാഷണൽ ഡേക്ക് വേണ്ടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബോ ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നുള്ളതാണ് നോക്കുന്നത്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അതിന് ഞാൻ വൂളൻ നൂലാണ് എടുത്തിട്ടുള്ളത്. നാഷണൽ ഫ്ലാഗിൻ്റെ കളറിലുള്ള 4 കളറ് നൂലാണ് എടുത്തിട്ടുള്ളത്. അത് നമ്മൾ ഇങ്ങനെ ചുറ്റിയെടുക്കണം. ഒരു ഫ്ലവറാണ് ആദ്യം ഉണ്ടാക്കേണ്ടത്. ഹെയർ ബോയിൽ വെക്കുന്ന ഒരു ഫ്ലവറാണ് ആദ്യം തന്നെ ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ആദ്യം റെഡ് കളറാണ് എടുത്തിട്ടുള്ളത്. റെഡ് കളറ് ഒരു 25 ചുറ്റ് ഇതേപോലെ ഇങ്ങനെ ചുറ്റിയെടുത്തിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ഭംഗിയാണ് കാണാൻ. പെൺകുട്ടികളുള്ള അമ്മമാരൊക്കെ കുട്ടികൾക്ക് പ്രോഗ്രാമൊക്കെ ഉണ്ടാവാറുണ്ടല്ലോ നാഷണൽ ഡേക്ക് സ്കൂളിൽ. അപ്പോൾ അതിന് ഡ്രസ്സിനനുസരിച്ചിട്ട് ഹെയർ ബാൻഡും ഹെയർ ബോയൊക്കെ ആവശ്യമുണ്ടാവും. അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ പോകാറുണ്ടാവും എല്ലാവരും. ഞാനും വാങ്ങിച്ചിട്ടുണ്ട് ഒരുപാട്. അപ്പോൾ നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. പിന്നെ ആദ്യമൊക്കെ ഞാൻ വാങ്ങിക്കാറുണ്ടായിരുന്നു. പിന്നെ ഞാൻ തന്നെ ചെയ്ത് നോക്കും. ഓരോന്ന് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ മോൾക്ക് വേണ്ടി ചെയ്യാറുണ്ടായിരുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാം. വളരെ കുറഞ്ഞ ചിലവിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അപ്പോൾ ഇതിങ്ങനെ ചുറ്റിയതിന് ശേഷം നടുക്ക് ഒരു നൂല് വെച്ചിട്ട് നമ്മളത് കെട്ടിയെടുക്കണം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആ കെട്ട് നല്ല ടൈറ്റാക്കിയിട്ട് കെട്ടണം. എന്നിട്ടെല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മുടി ചീകുന്ന ചീർപ്പല്ലേ, അതുപോലത്തെ പല്ല് അടുപ്പമുള്ള ചീർപ്പ് എടുക്കണം. അകന്ന പല്ലുള്ള ചീർപ്പല്ല, പല്ല് അടുപ്പമുള്ള ചീർപ്പ് എടുത്തിട്ട് നന്നായിട്ട് ചീകി കൊടുക്കുക. ചീകി കൊടുക്കുമ്പോൾ നമ്മൾ ആ കെട്ടിയിട്ടില്ലേ, ആ കെട്ടിയ ഭാഗത്ത് നമ്മൾ കൈകൊണ്ട് നന്നായി അമർത്തി പിടിച്ചതിന് ശേഷം നമ്മൾ നന്നായിട്ട് ചീകി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് അമർത്തി പിടിച്ചിട്ടില്ലെങ്കിൽ കെട്ട് ടൈറ്റ് ആവാതെ ഇരിക്കുകയും നമ്മൾ അമർത്തി പിടിക്കാതിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ചീപ്പ് കൊണ്ട് ഇങ്ങനെ ചീകി എടുക്കുമ്പം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഓരോ നൂലുകൾ ഇതേപോലെ ഇങ്ങനെ വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കെട്ട് ടൈറ്റാക്കി കെട്ടുകയും വേണം. അതേപോലെ നമ്മളിങ്ങനെ ചീകി എടുക്കുമ്പോൾ നടുക്ക് നമ്മൾ നന്നായിട്ട് അമർത്തി പിടിക്കുകയും വേണം. 2 ഭാഗവും നമ്മൾ അതേപോലെ നന്നായിട്ട് ചീകി എടുക്കണം. അപ്പോൾ നമുക്കൊരു പൗഡർ പഫ് ഉണ്ടാവില്ലേ, അതേപോലെ ആയി കിട്ടും. എന്നിട്ട് നമ്മൾ അതിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്ത് നല്ല കുറച്ച് പൊങ്ങി നിൽക്കുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ കട്ട് ചെയ്ത് നന്നാക്കി നല്ല ഷേപ്പാക്കി എടുക്കുക. അതേപോലെ എല്ലാ കളറിലും ഞാൻ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ആ ഫ്ലാഗിൻ്റെ കളറിലുള്ള എല്ലാ ഇതിലും അത് വലിപ്പം കുറച്ചാണ് ഉണ്ടാക്കുന്നത്. അതിൻ്റെ നടുക്കിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ലെയറായിട്ട്. അപ്പോൾ ഓരോന്നിൻ്റെയും വലിപ്പം കുറച്ചാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് കുട്ടികളുടെ ഉടുപ്പിനനുസരിച്ചിട്ടും ഉടുപ്പിൻ്റെ കളറിനനുസരിച്ച്, ഇത് ഞാനിപ്പോൾ ഫ്ലാഗിൻ്റെ കളറിലുള്ള നൂലുകൾ എടുത്തിട്ട് ചെയ്തു എന്നേ ഉള്ളൂ. ഇതൊരു നാഷണൽ ഡേയുടെ ഫംഗ്ഷന് വേണ്ടിയിട്ട് എന്നൊരു ഇതിന് വേണ്ടി മാത്രമാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. ഇതേപോലെ നമുക്ക് കുട്ടികളുടെ ഡ്രസ്സിനനുസരിച്ചും ചെയ്യാം. ഞാൻ രണ്ടാമത് ഉണ്ടാക്കുന്ന ഫ്ലവർ 15 ചുറ്റാണ് എടുത്തിട്ടുള്ളത്. അത് ശ്രദ്ധിക്കണം. ആദ്യം ഉണ്ടാക്കുന്ന ഫ്ലവർ കുറച്ച് വലുപ്പത്തിൽ വേണം, ആദ്യത്തെ ലെയർ ഫ്ലവറല്ല ആ ലെയർ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് വലുപ്പത്തിലാണ് ചുറ്റി എടുത്തിട്ടുള്ളത്. രണ്ടാമത്തത് അത്ര വലുപ്പം വേണ്ട. അപ്പോൾ അതിനനുസരിച്ചിട്ട് അപ്പോൾ അങ്ങനെ വലിപ്പം കുറച്ച് എടുക്കുക. അതേപോലെ നമ്മൾ നൂല് ചുറ്റി എടുക്കുന്നതിൻ്റെ എണ്ണം കുറച്ച് എടുക്കുക. കണ്ടോ, ഇതേപോലെ. അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ ബാക്കിയുള്ള കളറുകൾ, അതായത് ഇപ്പോൾ റെഡായി വൈറ്റായി, ഇനി ഗ്രീനും ബ്ലാക്കും കൂടെ വേണം UAE നാഷണൽ ഫ്ലാഗിൻ്റെ കളറാണ്. അതും കൂടെ ഇതേപോലെ ചുറ്റിയെടുത്തിട്ട് ഇതേപോലെ ഫ്ലവറാക്കിയെടുത്ത് വയ്ക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. എല്ലാം ഇങ്ങനെ മേലെ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം ഞാനിത് ഇവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുകയും കൂടെ ചെയ്യുന്നുണ്ട്. അതായത് ഒന്ന് തുന്നി കൊടുക്കുന്നുണ്ട് നൂല് വെച്ചിട്ടൊന്ന്. അത് ആ കെട്ടിൻ്റെ ഭാഗം നോക്കിയിട്ട് വേണം നമ്മളത് തുന്നിയെടുക്കാൻ. ഒന്ന് കെട്ടിട്ട് കൊടുക്കുക. കാരണം കുട്ടികളല്ലേ, ചിലപ്പോൾ അത് അവരൊന്ന് വലിക്കുകയൊക്കെ ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ ഇതിങ്ങനെ
ലെയറായിട്ട് ഇങ്ങോട്ട് ചിലപ്പോൾ ഇങ്ങോട്ട് പറഞ്ഞു പോന്നാലോ. അപ്പോൾ ഒട്ടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ നിൽക്കാറുണ്ട്. പക്ഷേ ഒരു സേഫ്റ്റിക്ക് വേണ്ടി ഒന്നുകൂടെ നമുക്ക് തുന്നി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് തുന്നി കൊടുക്കാം. ഞാനിവിടെ തുന്നിയിട്ടുണ്ട്. അതിനുശേഷം നമുക്കിത് നമ്മൾ ഹെയർ ബാൻഡും കൂടി എടുത്ത് അതിലും ഈ 4 കളറ് നൂല് വെച്ചിട്ട് ചുറ്റിയെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. വളരെ എളുപ്പമാണ്, ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ ചുറ്റിയെടുക്കുക ചെയ്തിട്ടുള്ളത്. ഞാനിവിടെ ഫാബ്രിക് ഗ്ലൂ തന്നെയാണ് ഈ നൂല് ചുറ്റാനും ഉപയോഗിച്ചത്. പക്ഷേ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ നല്ലത് ഹോട്ട് ഗ്ലൂ ആണ്. ഈ ഹെയർ ബാൻഡിൽ നൂല് ചുറ്റാൻ വേണ്ടി ഒട്ടിക്കാൻ നല്ലത്. കാരണം ഫാബ്രിക് ഗ്ലൂ ഞാൻ ഒട്ടിച്ചപ്പോൾ അത് കുറച്ച് സമയം ഞാനിങ്ങനെ പിടിച്ച് നിൽക്കേണ്ടി വന്നു. അത് ഒട്ടി നിൽക്കാൻ വേണ്ടിയിട്ട് മുളൻ നൂല് അതിൽ ഒട്ടി നിൽക്കാൻ വേണ്ടി കുറച്ച് സമയം ഞാനിങ്ങനെ പിടിച്ച് നിൽക്കേണ്ടി വന്നു. ഒരു ക്ലിപ്പിട്ടിട്ട് ഞാനിങ്ങനെ വെക്കുക ചെയ്തത്. ഹോട്ട് ഗ്ലൂ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ഒട്ടി നിൽക്കും. ഹോട്ട് ഗ്ലൂ ഇല്ലെങ്കിൽ ഫാബ്രിക് ഗ്ലൂവും യൂസ് ചെയ്യാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ആക്കിയിട്ട് നമ്മളിത് ഹെയർ ബാൻഡിൻ്റെ മേലെയും ചുറ്റിയെടുക്കാം. നമ്മുടെ വീട്ടിൽ പഴയ ഹെയർ ബാൻഡുകൾ ഉണ്ടാകും, കുട്ടികളുടെ പഴയത്, അതിൽ തന്നെ നമുക്ക് ചുറ്റിയെടുക്കാം. എന്നിട്ട് അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഫ്ലവറും കൂടെ അതിൻ്റെ മേലെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അതും ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കാം, ഇല്ലെങ്കിൽ ഫാബ്രിക് ഗ്ലൂ വെച്ചിട്ട് തന്നെ ഒട്ടിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് ഒന്ന് നൂലിട്ടിട്ട് നമ്മളിത് തുന്നിയ പോലെ തന്നെ ഹെയർ ബാൻഡിൻ്റെ മേലെ വെച്ചിട്ട് ഒന്ന് നൂലിട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് ഇട്ടിട്ടൊരു ജസ്റ്റ് ഒരു തുന്നൽ പോലെ ഒരു കെട്ട് പോലെ നമുക്ക് ചെയ്ത് കൊടുക്കാം. അത് ചെയ്യണമെന്നൊന്നുമില്ല, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് ഹെയർ ബോ മാത്രമായിട്ട് എടുക്കാൻ വേണ്ടി മാത്രമല്ല, ഈ ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ബാഡ്ജ് പോലെ ആൺകുട്ടികളാണെങ്കിൽ നമുക്കിങ്ങനെ ഷർട്ടിൽ ഇങ്ങനെ പിന്ന് വെച്ചിട്ട് സേഫ്റ്റി പിൻ വെച്ചിട്ട് നമുക്കിങ്ങനെ ബാഡ്ജ് പോലെ കുത്തി കൊടുക്കാം. ഹെയർ ബോ ഇല്ലാതെ ഈ ഫ്ലവർ മാത്രം ഉണ്ടാക്കിയിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കാം. എന്തായാലും നാഷണൽ ഡേ പ്രമാണിച്ചുള്ള എൻ്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ നാഷണൽ ഡേക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് സ്കൂളിലെ പ്രോഗ്രാമിന് ഇതുപോലെ ഒരു ഹെയർ ബോ ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. അല്ലെങ്കിൽ ഇതേപോലെ ഒരു ഫ്ലവർ ഉണ്ടാക്കിയിട്ട് ഒരു ബാഡ്ജ് പോലെ സേഫ്റ്റി പിന്നും വെച്ചിട്ട് അങ്ങനെയും ഉണ്ടാക്കി കൊടുത്തു നോക്കൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്ത് കാണുന്ന ആ ഒരു ബെല്ലൈക്കൺ കൂടെ ഒന്ന് ഞെക്കുക. അതിൽ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുകയുള്ളൂ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക് യു.